ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നമ്മൾ എടുത്തിരിക്കുന്ന വാക്യം, അവൻ അവരോട് പലതും ഉപമകളുമായി പ്രസ്താവിച്ചതെന്നാൽ, ഹല്ലേലൂയ, സ്തോത്രം. He spoke them many things in parables. ഹല്ലേലൂയ, സ്തോത്രം. Many things in parables. അവർ അനേക കാര്യങ്ങളെ ഉപമകളാக അവர்களுக்கு சொன்னார். യേശു ഉപമകളിലൂടെ സംസാരിച്ചു എന്ന് നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഉപമകളിലൂടെ സംസാരിച്ചു. ഉപമകൾ, പാരബിൾസ് എന്നത് എന്താണ്? ദൈവരാജ്യത്തിനെ കുറിച്ചുള്ള സത്യങ്ങളെ പഠിപ്പിക്കുവാൻ, ദൈവരാജ്യത്തിനെ കുറിച്ചുള്ള സത്യങ്ങളെ പഠിപ്പിക്കുവാൻ യേശു കണ്ടെത്തിയ ഒരു ലളിതമായ ഷോർട്ട് സ്റ്റോറീസ് ആണ് ഉപമകൾ. പക്ഷെ ആ സ്റ്റോറീസ് വന്നിട്ട് കെട്ടുകഥകളല്ല, ലൈവ്ലി അവർക്ക് മനസ്സിലാക്കി എടുക്കുവാൻ തക്കവണ്ണമുള്ള കാര്യങ്ങളെ അവതരിപ്പിച്ച് അതിനെ ഒരു ഷോർട്ട് സ്റ്റോറിയാക്കി മാറ്റി ആ ജനത്തോട് അറിയിച്ച് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. മനസ്സിലായോ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. വേദപുസ്തകത്തിലെ 39 ഉപമകളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. 39 ഉപമകളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ആദ്യമായിട്ട് നമുക്ക് മത്തായി സുവിശേഷത്തിൽ കാണുന്നത് വിതയ്ക്കുന്നവന്റെ ഉപമ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഇന്ന് ഒരു ഉപമ പോലും ചിന്തിക്കുവാൻ പോകുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. 39 ഒരു ഉപമ പോലും ചിന്തിക്കുവാൻ പോകുന്നില്ല. അതിൻ്റെ ഒരു ആമുഖം മാത്രമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇൻട്രൊഡക്ഷൻ ടു ദ പാരബിൾസ്. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ ഒരു ആമുഖം മാത്രമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്തിനാണ് യേശു കർത്താവ് ഉപമകളിലൂടെ സംസാരിച്ചു? എന്തിനാണ് യേശു കർത്താവ് ഉപമകളിലൂടെ സംസാരിച്ചു? ആദ്യമായിട്ട് ഇതൊരു പഴയ നിയമ പ്രവചന നിവൃത്തിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പഴയ നിയമത്തിലെ ദൈവം പ്രവചിച്ച കാര്യങ്ങൾ ഒരു നിവൃത്തീകരണം വേണം. അതിൻ്റെ നിവൃത്തിയാണ് യേശു ഉപമകളിലൂടെ സംസാരിച്ചത്. സങ്കീർത്തനം 78 2-3 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. സാംസ് തമിഴിൽ നിന്ന് വായിച്ചാട്ടെ. എൻ്റെ വായിനെ ഞാൻ ഉപമ കൊണ്ട് തുറക്കും, പുരാതന കാലത്ത് മറയ്ക്കപ്പെട്ട സത്യങ്ങളെ വെളിപ്പെടുത്തും. മതി. പുരാതന കാലത്ത് മറയ്ക്കപ്പെട്ട സത്യങ്ങളെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വെളിപ്പെടുത്തി കാണിക്കും, റിവീൽ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. ഇനി അപ്പം ഇത് അവിടെയൊക്കെ ഒന്നും ഞാൻ നിൽക്കുന്നില്ല. ഇത് പഴയ നിയമത്തിൻ്റെ പ്രവചന നിവൃത്തിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എൻ്റെ വായെ ഉപമ കൊണ്ട് തുറക്കും. ഞാൻ എൻ്റെ വായിനെ ഉപമ കൊണ്ട് തുറക്കും. അതിൻ്റെ നിവൃത്തിയാണ് യേശു ഉപമകളിലൂടെ അനേക കാര്യങ്ങളെ പ്രസ്താവിച്ചു എന്ന് മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം തൊട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനി ഈ പ്രവചന ശബ്ദം, ഹല്ലേലൂയ, സ്തോത്രം, ഈ പഴയ നിയമ പ്രവചനം നിറവേറുവാൻ തക്കവണ്ണം യേശു നിർബന്ധിതനായി. ഹല്ലേലൂയ, സ്തോത്രം. യേശു നിർബന്ധിതനായി. അങ്ങനെ പറഞ്ഞാൽ, ഹല്ലേലൂയ, സ്തോത്രം, മത്തായി സുവിശേഷം 1 മുതൽ നമ്മൾ നോക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, യേശു ഉപമകളിലൂടെ സംസാരിച്ചിട്ടില്ല. 13-ാം അധ്യായം തുടങ്ങിയപ്പോഴാണ്, ഇപ്പം 12-ാം അധ്യായം വരെ യേശു പ്രസംഗിച്ചു തുടങ്ങിയത്. 4-ാം അധ്യായം 17-ാം വാക്യം തോന്നുന്നു. യേശു പ്രസംഗിച്ചു തുടങ്ങി. അതിനുശേഷം യേശു കർത്താവ് ദൈവരാജ്യത്തിനെ കുറിച്ച് പറയാൻ തുടങ്ങുകയെ. ഹല്ലേലൂയ, സ്തോത്രം. അതിലേക്ക് നമ്മൾ വരാം. ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവ് 30-ാം വയസ്സിൽ യോർദാന്റെ തീരത്ത് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. ഹല്ലേലൂയ, സ്തോത്രം. സ്നാനമേറ്റ ഉടനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിൽ കൊണ്ടുപോയി 40 ദിവസം രാപ്പകൽ ഉപവസിച്ചു. ഉപവസത്തിന്റെ അവസാനത്തിൽ പിശാച്, ഹല്ലേലൂയ, സ്തോത്രം, അവനെ എന്ത് ചെയ്തു? പരീക്ഷിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ആ പരീക്ഷയിൽ യേശു കർത്താവ് ജയിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവ് പരീക്ഷ ഓവർകം ചെയ്തു വരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഓവർകം ചെയ്തു വന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഫസ്റ്റ് ജീസസ് സ്റ്റാർട്ടഡ് ദ മിനിസ്ട്രി, അല്ലെങ്കിൽ ബിഗൺ ദ മിനിസ്ട്രി at Matthew 4:17. വായിക്കേ. അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. അപ്പോൾ മത്തായി സുവിശേഷം 4:17 യേശു കർത്താവ്
പ്രസംഗം ആരംഭിക്കുന്നത്. മത്തായി സുവിശേഷം 4:17 മുതൽ 12 അധ്യായം അവസാനം വരെ യേശു കർത്താവ് ഉപമകളിലൂടെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ യേശു കർത്താവ് ഹല്യസ്തോത്രം തൻ്റെ പ്രസംഗം ഹല്യസ്തോത്രം എവിടെ അവതരിപ്പിച്ചു? എൻ്റെ ഇടയ്ക്ക് ഒരു ഹല്യസ്തോത്രം പ്രഭാഷണം ഹല്യസ്തോത്രം മൗണ്ട് സെർമൺ ഹല്യസ്തോത്രം അവിടെ സംഭവിച്ചു 5, 6, 7 അധ്യായങ്ങളിൽ. അതിനുപരിയായിട്ട് യേശു സംസാരിച്ചത് സിനഗോഗുകളിലാണ്. ഹല്യസ്തോത്രം യഹൂദന്മാരുടെ ചെറിയ ദൈവാലയം എന്ന് പറയപ്പെടുന്ന സിനഗോഗുകളിലാണ് യേശു കർത്താവ് പ്രസംഗിച്ചത്. ഹല്യസ്തോത്രം യേശു കർത്താവ് പ്രസംഗിച്ചത്. അവിടെ യേശു കർത്താവ് പ്രസംഗിച്ചപ്പോൾ പല പ്രതിസന്ധികളും നേരിട്ടു. ഹല്യസ്തോത്രം പ്രതിസന്ധികളും നേരിട്ടു. പരീശന്മാർ അനേകം ചോദ്യങ്ങൾ ഉന്നയിച്ചു. മാത്രമല്ല ഇവൻ പെയൽസെബൂൽ പിടിച്ചവനാണ്, അതായത് പിശാച് പിടിച്ചവനാണ് എന്നൊക്കെ പറയുവാനിടയായി തീർന്നു. ഹല്യസ്തോത്രം യേശു കർത്താവ് പിന്നത്തേതിൽ മനസ്സിലാക്കി ഹല്യസ്തോത്രം ഇവർക്ക് ഹല്യസ്തോത്രം ഇവരുടെ കണ്ണുകൾ കുരുടാ, ഹല്യസ്തോത്രം ഇവരുടെ ഹൃദയങ്ങളെല്ലാം ഇരുട്ടാ, ഹല്യസ്തോത്രം ഇവരുടെ കണ്ണുകൾ കുരുടാ, ഇവരുടെ ഹൃദയങ്ങളെല്ലാം ഇരുട്ടാ, ഹല്യസ്തോത്രം ഇവരുടെ ചെവികളെല്ലാം മന്ദതയുള്ളതാ, ഹല്യസ്തോത്രം ഇങ്ങനെ വേണമെങ്കിൽ പറയാം, പുറമെ വെള്ളയടിക്കപ്പെട്ട ഹല്യസ്തോത്രം പുറമെ പെയിന്റ് പൂശിയ ഹല്യസ്തോത്രം ശവപ്പെട്ടികൾ അല്ലെങ്കിൽ ശവക്കുളികൾ എന്ന് യേശു മനസ്സിലാക്കിയിട്ട് ഇനി ഇവരോട് ഡയറക്റ്റ് ഒരു മെസ്സേജ് പറയണ്ട, ഇവരോട് ഞാൻ ഉപമകളിലൂടെ സംസാരിക്കുമെന്ന് ഒരു തീരുമാനമെടുത്തു. ഉപമകളിലൂടെ സംസാരിച്ചു. എന്നിട്ട് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അങ്ങനെ ഉപമകളിലൂടെ സംസാരിച്ച് വിട്ടിട്ടില്ല, മറിച്ച് ശിഷ്യന്മാർ അടുത്ത് വന്നപ്പോൾ ഹല്യസ്തോത്രം ലൂക്കോസ് 8:10 പറയുന്നു, ഹല്യസ്തോത്രം ഗുരുവേ ഇത് എന്താ എന്ന് ചോദിച്ച് അടുത്ത് വന്നപ്പോൾ അവർക്കത് മനസ്സിലാക്കി കൊടുക്കുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ, അവർക്കത് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിഞ്ഞു. നമ്മൾ മത്തായി സുവിശേഷം 13 അധ്യായം കുറിവാക്യമായി വായിച്ച ആ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ വളരെ പുരുഷാരം എന്ന് കണ്ടു. ഹല്ലേലൂയ, വളരെ പുരുഷാരം എന്ന് കണ്ടു. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ സിനഗോഗുകളിൽ ഈ മൗണ്ട് സെർമൺ ഒളിച്ച് നമ്മൾ നോക്കുമ്പോൾ സിനഗോഗുകളിൽ മാക്സിമം 30 അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ 60 അല്ലെങ്കിൽ മാക്സിമം 100 എന്ന് വെച്ചോ, അതിനുപരിയായിട്ടുള്ള ഹല്യസ്തോത്രം അതിനുപരിയായിട്ടുള്ള ആൾക്കൂട്ടങ്ങൾ ഹല്യസ്തോത്ര സിനഗോഗുകളിൽ കൂടുവാൻ അവരുടെ സാഹചര്യമില്ല. അങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരുന്ന ഹല്യസ്തോത്രം യേശു കർത്താവ് ഹല്യസ്തോത്രം സാഹചര്യം ഹല്യസ്തോത്രം പ്രതിസന്ധി ആയപ്പോൾ യേശു കർത്താവ് വലിയ പുരുഷാരത്തിന്റെ മുമ്പിൽ ശുശ്രൂഷിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. വലിയ പുരുഷാരത്തിൻ്റെ മുമ്പിൽ ശുശ്രൂഷിക്കുന്നത് കാണുവാൻ കഴിയും. ഹല്യസ്തോത്രം. അങ്ങനെയാണെങ്കിൽ അതിലൂടെ ഞാൻ ഒരു ദൂത് പറയാം. നമ്മൾ ആയിരിക്കുന്നതായ സ്ഥാനത്ത് നമ്മുടെ കഴിവുകളെ ഹല്യസ്തോത്രം നമ്മുടെ ജോലിയിൽ ഹല്യസ്തോത്രം നമ്മളെ തടസ്സപ്പെടുത്തുന്ന അനേക ഹല്യസ്തോത്രം കുരുക്കുകൾ ഉണ്ടാവും. ഹല്യസ്തോത്രം നമ്മളെ ഒന്ന് എഴുന്നേക്കുവാൻ പറ്റാത്ത വണ്ണം ഹല്യസ്തോത്രം നമ്മളൊന്ന് ഉയരുവാൻ പറ്റാത്ത വണ്ണം അനേക ഞെരുക്കങ്ങൾ ഉണ്ടാകും. ഹല്യസ്തോത്രം ഒന്ന് ഞാൻ പറയാം. ഹല്യസ്തോത്രം ഇന്ന് നിങ്ങൾ അങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നെങ്കിൽ 10-30 എംപ്ലോയീസ് ഉള്ള ഒരു കമ്പനിയിൽ അങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങൾ ആയിരിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ മാനിക്കുമ്പോൾ ഹല്യസ്തോത്രം ആയിരക്കണക്കിന് എംപ്ലോയീസ് ഉള്ളയിടത്ത് നിങ്ങളുടെ തല ഉയർത്തും. ഹല്യസ്തോത്രം യോസേപ്പിനെ ഹല്യസ്തോത്രം തൻ്റെ സഹോദരന്മാർ 11 പേർ ഹല്യസ്തോത്രം അടങ്ങിയ ഒരു കൂട്ടത്തിൻ്റെ നടുവിൽ അവനെ കുളിയിലിട്ട് അവനെ താഴ്ത്തിയെങ്കിൽ ഈജിപ്തിലെ ഹല്യസ്തോത്രം ലക്ഷാതിലക്ഷം ജനങ്ങളുടെ മുമ്പിൽ അവനെ മാനിച്ച ദൈവം ഹല്യസ്തോത്രം ഇതുപോലെ യേശു കർത്താവിനെ ചെറിയ രീതിയിൽ പ്രസംഗിക്കുവാൻ അനുവദിക്കാതെ പല ചോദ്യങ്ങളും ഹല്യസ്തോത്രം പല തടസ്സങ്ങളും ഇവർ ഹല്യസ്തോത്രം ചെയ്തപ്പോൾ പിന്നത്തേതിൽ യേശു കർത്താവ് വളരെ പുരുഷാരത്തിനോട് സംസാരിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. പ്രത്യേകിച്ച് ദൈവവചനം ഹല്ലേലൂയ സ്തോത്രം സംസാരിക്കുന്നതിനെ തടസ്സപ്പെടുത്തരുത്. ഹല്ലേലൂയ സ്തോത്രം. കാരണം ഹല്ലേലൂയ സ്തോത്രം തടസ്സപ്പെടുത്തുന്നത് നല്ലതാണ്. കാരണം എത്ര തടസ്സപ്പെടുത്തുന്നോ അതിന് ഉപരിയായിട്ട് കാട്ടു തീ പോലെ പരക്കുന്നതാണ് ദൈവവചനം. ഹല്ലേലൂയ സ്തോത്രം. വേദപുസ്തകത്തിനെ അനേക സ്ഥലങ്ങളിലിട്ട് ഒന്നായിട്ടും കൂട്ടമായിട്ടും നമുക്ക് കത്തിച്ച് കളഞ്ഞ് നമുക്ക് അറിയുവാൻ കഴിയും. പക്ഷേ വേദപുസ്തകത്തിനെ തടസ്സപ്പെടുത്തുവാൻ കഴിഞ്ഞോ? ഇന്നും ലോകരാജ്യങ്ങളിൽ ഏറ്റവും അധികം പ്രിന്റ് ചെയ്യുന്ന പുസ്തകം ഏതാണ്? ബൈബിൾ. ലോകരാജ്യങ്ങളിൽ ഏറ്റവും അധികം പരിഭാഷ ചെയ്യപ്പെടുന്ന പുസ്തകം എന്താണ്? ബൈബിൾ. ഹല്ലേലൂയ സ്തോത്രം. ലോകരാജ്യങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം ഒരേ പുസ്തകത്തെ ഹല്ലേലൂയ സ്തോത്രം കാലങ്ങളായി വെച്ച് പ്രസംഗിക്കുന്നത് ഏതാണ്?
ബൈബിൾ, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ പല പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം, കഥാപുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ. ഒരിക്കൽ 2 പ്രാവശ്യം വായിക്കും, അതിൻ്റെ കഥാപാത്രമായി നമ്മൾ മാറി തീരുകയാണ്. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറും. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ഇന്നും ഹല്ലേലൂയ സ്തോത്രം വേദപുസ്തകം പ്രിന്റ് ചെയ്ത സമയത്തിന് മുമ്പ് തന്നെ പ്രസംഗിച്ചിരുന്നു. നമുക്ക് വേദപുസ്തകം പ്രിന്റ് ചെയ്ത സമയം തൊട്ട് വരാം. അന്ന് മുതൽ ഇന്ന് വരെ ഒരേ പുസ്തകം, ഒരേ വചനം, പക്ഷേ വ്യത്യസ്തമായ ജനങ്ങളോട്, വ്യത്യസ്തമായ അനുഭവങ്ങളിലായിരിക്കുന്ന, വ്യത്യസ്തമായ കൾച്ചറിലായിരിക്കുന്ന ദൈവജനത്തോട് സംസാരിക്കുന്ന ഏക പുസ്തകം വേദപുസ്തകമാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ സുവിശേഷത്തിനെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. സ്തേഫാനോസിനെ കൊന്നു, കല്ലെറിഞ്ഞ് കൊന്നു. ഹല്ലേലൂയ സ്തോത്രം. യേശു കർത്താവിനെ കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം പറയുന്നത് കൊണ്ട്, യേശു കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ചത് കൊണ്ട് ഹല്ലേലൂയ സഭയിൽ പീഡനം, ഹല്ലേലൂയ സ്തോത്രം, ശിഷ്യന്മാർക്ക് പീഡനം ഉണ്ടായി. എന്ത് ചെയ്തു? അപ്പോസ്തല പ്രവൃത്തികൾ 8:1 വായിച്ചേ. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് വലിയൊരു ഉപദ്രവം വന്നു. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരല്ലാതെ പലരും, കാരണം 12 അപ്പോസ്തലന്മാരുണ്ട്, അതിനുശേഷം അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പം ഈ ശിഷ്യന്മാർ 12 അപ്പോസ്തലന്മാരല്ലാതെ മറ്റു ശിഷ്യന്മാരൊക്കെ എന്ത് ചെയ്തു? ശമരിയ മറ്റ് ദേശങ്ങളിലേക്കും ചിതറിപ്പോയെന്ന് കാണാം. ചിതറിപ്പോയതോടുകൂടെ സുവിശേഷം അവസാനിപ്പിച്ചോ? ഇല്ല. 4-ാം വാക്യം വന്ന് വായിച്ചേ. ചിതറിപ്പോയവർ പോയ ഇടത്തൊക്കെയും വചനം പ്രസംഗിച്ചു. ഹല്ലേലൂയ സ്തോത്രം. പേടിച്ചു വാങ്ങിപ്പോയി, ശരിയാ. പക്ഷേ മറ്റൊരിടത്ത് ഹല്ലേലൂയ സ്തോത്രം മറ്റൊരു വ്യക്തികൾക്ക്, മറ്റൊരു പട്ടണത്തിലേക്ക് അത് സുവിശേഷം അറിയിക്കുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. സുവിശേഷം അറിയിക്കുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, യേശു ഉപമകളിലൂടെ സംസാരിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മനസ്സിലാകാതെ ചില പ്രസംഗങ്ങളൊക്കെ കിളി പോലെ ഇങ്ങനെ പറന്നു പോകുന്നത് അറിയാമല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അതിന് ഹല്ലേലൂയ സ്തോത്രം കേട്ടതിനെക്കുറിച്ച് അറിയുവാനുള്ള വാഞ്ച ഇല്ലാത്തത് ഒരു കാരണം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിയാത്തത് കൊണ്ട് ഒരു കാര്യം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ വാഞ്ചയോടുകൂടെ ഒന്നുകൂടെ ആ വേദഭാഗം എടുത്ത് ദൈവസന്നിധിയിൽ ഇരുന്ന് ഏത് പ്രസംഗൻ പ്രസംഗിച്ചാലും ഹല്ലേലൂയ സ്തോത്രം ആ വേദഭാഗവും ഒന്ന് എടുത്ത് ഇരുന്ന് വായിച്ച് ഹല്ലേലൂയ സ്തോത്രം ഒന്ന് ഗ്രഹിക്കുവാൻ തുടങ്ങിയാൽ യേശു കർത്താവ്, അതാണ് ശിഷ്യന്മാരുടെ വീണ്ടും അടുക്കൽ ചെന്ന് ചോദിച്ചപ്പോൾ യേശു കർത്താവ് പറഞ്ഞു കൊടുത്തു. അന്ന് യേശു കർത്താവ് ലിറ്ററലി പറഞ്ഞു കൊടുത്തെങ്കിൽ ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകി തന്നിട്ടുണ്ട്. നാം ഏത് സാഹചര്യത്തിലിരുന്ന് വേദപുസ്തകത്തിനെ എടുത്തു വെച്ച് ഹല്ലേലൂയ സ്തോത്രം അത് വായിക്കുമ്പോൾ ദൈവദാസൻ പ്രസംഗിച്ചതിനെക്കാട്ടിൽ ഉപരിയായിട്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ വെളിപ്പാടുകൾ നമുക്ക് നൽകി തരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. കാരണം ഹല്ലേലൂയ സ്തോത്രം ദൈവത്തോട് നാം അടുക്കുമ്പോൾ, യേശു കർത്താവിനോട് നാം അടുക്കുമ്പോൾ ദൈവവചനം നമ്മളിലൂടെയും ദൈവം സംസാരിക്കുവാൻ ഇടയായി തീർക്കും. ഹല്ലേലൂയ സ്തോത്രം. യേശു കപ്പർനഹൂമിലെ പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഈ ഉപമ പറയുന്ന ഇടത്ത് കപ്പർനഹൂം എന്ന ദേശത്താണ് അത് സംസാരിക്കുമ്പോൾ അവിടെ പല കൂട്ടം ജനങ്ങളുണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ചിലർ യേശുവിനെ കാണാൻ വന്നതായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ചിലർ കുറ്റം പറയാൻ മാത്രം വന്നതായിരിക്കും. ചിലർ ഹല്ലേലൂയ സ്തോത്രം വയറ് നിറയ്ക്കുവാൻ വന്നതായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. കാരണം യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരിലും അധികമായ പുരുഷാരത്തിനെയും സ്ത്രീകളെയും ഹല്ലേലൂയ സ്തോത്രം കുഞ്ഞുങ്ങളെയും എല്ലാം പോഷിപ്പിച്ച ദൈവമാണ്. യേശു കർത്താവ് അത്ഭുത അടയാളങ്ങൾ, ചിലർ രോഗസൗഖ്യത്തിന് വേണ്ടി വന്നു. ഇങ്ങനെ വിവിധമായ ആവശ്യങ്ങളുടെ ഇടയിൽ പലതരപ്പെട്ട ജനക്കൂട്ടത്തിന്റെ നടുവിൽ ഹല്ലേലൂയ സ്തോത്രം യേശു ചിലരെ വേർപിരിപ്പാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. അവരാണ് ശിഷ്യന്മാർ. ഹല്ലേലൂയ സ്തോത്രം. ഇന്നും ഹല്ലേലൂയ സ്തോത്രം വചനം ഹല്ലേലൂയ സ്തോത്രം കേൾക്കുന്നത് പോലെ വിടാതെ അതിനെ ഉൾക്കൊള്ളുവാൻ തക്കമുള്ള ഒരു വാഞ്ചയും ദാഹവും കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം വീണ്ടും ഇതെന്താ എന്ന് അടുത്തറിയുവാൻ ഒരു ബെറോവ പട്ടണ ജനത്തിനെ പോലെ ഹല്ലേലൂയ സ്തോത്രം ഒന്നുകൂടെ ഒന്ന് ആരാഞ്ഞ് അറിയുവാൻ തക്കവണ്ണം നമ്മൾ നമ്മെ സമർപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ കർത്താവ് നമ്മെ വേർപിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ വേർപിരിച്ച കൂട്ടത്തിലുള്ളവരാണ്. വിശുദ്ധിയും വേർപാടും ഇന്നും ഉണ്ടോ എന്ന് നമ്മൾ ഒന്നുകൂടെ നമ്മളെ ഒന്ന് ശോധന ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ഒന്നുകൂടെ ഒന്ന് വേർപിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഒന്നുകൂടെ ഒന്ന് നമ്മെ വേർപിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 13 ആദ്യ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ 4 നിലങ്ങളെ കുറിച്ച് പറയുന്നു. വിതയ്ക്കുന്നവന്റെ ഉപമയിൽ 4 നിലങ്ങളെ കുറിച്ച് പറയുന്നു.
വഴിയരികത്ത് വീഴുന്ന നിലം, പാറയുള്ള സ്ഥലം, മുള്ളുകളുള്ള സ്ഥലം, നല്ല നിലം. ഹല്ലേലൂയ സ്തോത്രം. നല്ല നിലം ഞാൻ പറഞ്ഞു. നമ്മൾ ഉപമകളെ കുറിച്ച് പഠിക്കാൻ പോകുന്നില്ല. 4 നിലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ 4 നിലങ്ങളും കപ്പർനഹൂം എന്ന പട്ടണത്തിലുള്ള നിലങ്ങളാണ്. കപ്പർനഹൂം എന്ന പട്ടണത്തിലുള്ള ലിറ്ററലി ഉള്ള നിലങ്ങളാണ്. ഈ പുസ്തകം എഴുതിയത് ആരാണ്? മത്തായി. ഹല്ലേലൂയ സ്തോത്രം. ഈ പുസ്തകം എഴുതിയത് ആരാണ്? മത്തായി. പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? ഇല്ല, മത്തായി. ഹല്ലേലൂയ സ്തോത്രം. മത്തായി ആരായിരുന്നു? ടാക്സ് കളക്ടർ ആയിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. മത്തായി ആരായിരുന്നു? ഒരു ടാക്സ് കളക്ടർ ആയിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. യഹൂദനാണ്. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം റോമ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ജോലി എടുക്കുന്ന ഒരു യഹൂദനാണ്. റോമൻ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഹല്ലേലൂയ സ്തോത്രം വരി പണങ്ങളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ടാക്സ് കളക്ടറാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഈ മത്തായി പുസ്തകം വായിക്കുമ്പോൾ അതിശയിച്ചു പോകും. ഈ വരിപ്പണമൊക്കെ പിരിച്ചുകൊണ്ട് നടക്കുന്നവരെ കുറിച്ച് ആ ദേശത്തിലുള്ളവർ പറഞ്ഞത് എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. സക്കായി അവനൊരു പാവിയായ മനുഷ്യൻ, അവൻ്റെ വീട്ടിലേക്ക് കർത്താവ് എന്തിനാ പ്രവേശിക്കുന്നതൊക്കെ ചോദ്യമൊക്കെ ഉന്നയിച്ചു. അതുപോലെ മത്തായിനെ കുറിച്ചും അങ്ങനെ തന്നെ കണ്ടു കാണും അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. മത്തായിനെ കുറിച്ചും അങ്ങനെയൊക്കെ കണ്ടു കാണും. അന്നത്തെ കാലഘട്ടത്തിൽ പ്രിന്റഡ് ആയിട്ടുള്ള ബൈബിൾ ഉണ്ടോ? ഇല്ല, ചുരുളുകളാണ്. ന്യായപ്രമാണമൊക്കെ ചുരുളുകളാണ്. ന്യായപ്രമാണം പഴയ നിയമത്തിലുള്ള പുസ്തകങ്ങളൊക്കെയും മത്തായി തൻ്റെ ജോലി സമയം ഒളിച്ചുള്ള സമയങ്ങളൊക്കെയും വായിച്ചു. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചു. അതിൻ്റെ ഹല്ലേലൂയ സ്തോത്രം അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് വെച്ചാൽ, മത്തായി സുവിശേഷത്തിൽ ഏകദേശം 60ഓളം വചനങ്ങൾ കോട്ട് ചെയ്ത് എഴുതിയിരിക്കുന്നത് കാണുവാൻ കഴിയും. കോട്ട് ചെയ്ത് പഴയ നിയമത്തിലെ വാക്യങ്ങൾ കോട്ട് ചെയ്ത് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. വേദപുസ്തകം പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിലാണ് എഴുതിയത്, ശരിയാണ്. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം പഴയ നിയമത്തിലെ വാക്യങ്ങൾ കോട്ട് ചെയ്യണമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഈ എഴുത്തുകാരൻ അറിഞ്ഞിരിക്കണം അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. ഈ എഴുത്തുകാരൻ അറിഞ്ഞിരിക്കണം. പഴയ നിയമത്തിലെ കോട്ട് ചെയ്യുന്നത്, ഞാൻ എന്താ അത് ആവർത്തിച്ച് പറയുന്നത്, തൻ്റെ ജോലി സമയം ഒഴിയെ താൻ ഈ പുസ്തകം വായിച്ചു. അപ്പൊ ജനം എന്ത് പറഞ്ഞു കാണും? ഹല്ലേലൂയ സ്തോത്രം. ന്യായപ്രമാണം വായിക്കുക. ന്യായപ്രമാണം വായിച്ചിട്ട് ന്യായത്തിന് വിരോധമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഹല്ലേലൂയ സ്തോത്രം. അവനെ പരിഹസിച്ച് കാണുമല്ലേ? അവനെ നിന്ദിച്ച് കാണുമല്ലേ? ഞാനൊരു കാര്യം ചോദിക്കാം. നമ്മൾ ഒരു ബാറിലാണ് ജോലി കിട്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ബാറിൽ എത്രയോ പേര് ജോലി ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ബാറിലാണ് ജോലി ചെയ്തിരിക്കുന്നത്. കാരണം ജീവിതം മുമ്പോട്ട് പോകുവാൻ പ്രാർത്ഥിക്കണം. അതിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് വരണം. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചില ജനങ്ങൾ പോയിട്ട് ബാറിൽ പോയിട്ട് കുടുങ്ങിപ്പോകുന്നു. അവിടെ വച്ചിട്ട് തൻ്റെ ജോലി സമയം മാറ്റി നിർത്തിയിട്ട് ഒരു മനുഷ്യൻ വേദപുസ്തകവുമായി വായനയിലായിരുന്നാൽ ജനം എന്ത് പറയും? അത് തന്നെയാണ് മത്തായിയുടെ അടുത്ത് പറഞ്ഞത്. താൻ അധികം വരി, ഹല്ലേലൂയ സ്തോത്രം, അതായത് തൻ്റെ ദേശത്ത് പാർക്കുന്നവൻ അല്ലെ തൻ്റെ വീട്ടിൽ പാർക്കുന്നവൻ്റെ അടുത്ത് നിന്ന് വരി, ഹല്ലേലൂയ സ്തോത്രം, നിർബന്ധിതനായി പിരിച്ച് റോമ ഗവൺമെന്റ് കൊടുക്കുന്നവനാണ് ആര്? മത്തായി. ഹല്ലേലൂയ സ്തോത്രം. ഈ മത്തായി അവിടെ ഇരുന്ന് ചുരുളുകൾ വായിക്കും. ഹല്ലേലൂയ സ്തോത്രം. വായിക്കുമ്പോൾ ജനം അവനെ നിന്ദിക്കും. ഹല്ലേലൂയ സ്തോത്രം. ജനം അവനെ എങ്ങനെ കണ്ടു കാണും? ഹല്ലേലൂയ സ്തോത്രം. എന്തോരാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇവൻ എന്ത്? ഹല്ലേലൂയ സ്തോത്രം. ഇവൻ ആരാ? ഹല്ലേലൂയ സ്തോത്രം. ന്യായപ്രമാണം തൊടുവാൻ പോലും അനുവാദമില്ല എന്ന്. ഞാൻ ഒരു കാര്യം പറയാം. ഹല്ലേലൂയ സ്തോത്രം. നമ്മളൊന്നുമല്ലെങ്കിലും വേദപുസ്തകം എപ്പോഴും കയ്യിൽ വച്ചിരിക്കുന്ന ചില വ്യക്തികളെ കാണാം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. വേദപുസ്തകം, ഹല്ലേലൂയ സ്തോത്രം, ഒരു ദിവസം ദൈവം ഹല്ലേലൂയ സ്തോത്രം അവരെ മാനിച്ചുയർത്തുന്ന ദിവസമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഒന്നുമല്ല, ഹല്ലേലൂയ സ്തോത്രം, അവർ വേദപുസ്തകം മാത്രം വായിക്കും. ഇതിൽ എത്രയും വായിക്കാൻ എന്താണുള്ളത്? എപ്പോഴും എന്തിനാ വായിക്കുന്നതെന്ന് ഹല്ലേലൂയ സ്തോത്രം ഞാൻ ഹല്ലേലൂയ സ്തോത്രം പലപ്പോഴും പണ്ട് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വചനങ്ങളൊക്കെയും അകത്ത് കയറുമ്പോൾ വെറും വേദപുസ്തകം മാത്രമേ വായിച്ചിട്ടുള്ളൂ. യേശു കർത്താവ് ഒരിക്കൽ വിളിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ആ വിളി ഇമ്മീഡിയറ്റ് ആയിട്ട് ഹല്ലേലൂയ സ്തോത്രം ഏറ്റെടുക്കുവാൻ ഇടയായിത്തീർന്നു. അവൻ ചരിത്രത്തിന്റെ ഭാഗമായി. പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം മത്തായിയുടെ പുസ്തകമാണ്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം വേദപുസ്തകം വായിക്കി എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ജീവിതത്തിൽ രൂപാന്തരപ്പെടുന്നത് മാത്രമല്ല, ഹല്ലേലൂയ സ്തോത്രം വേദപുസ്തകം നമ്മളെ പലതും പഠിപ്പിക്കും. മാത്രമല്ല ഈ വേദപുസ്തകം മുഖാന്തരം അനേകർ മാന്യത ലഭിച്ചത് നമുക്കറിയുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ഒന്നുമില്ലാതെ ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് എത്രയോ പാസ്റ്റർമാരെ അറിയാം. ഹല്ലേലൂയ സ്തോത്രം. 2ാം ക്ലാസ് പോലും കയറിയിട്ടില്ലാത്തവർ വേദപുസ്തകം മണിമണിയായി വായിക്കുന്നതും ഹല്ലേലൂയ സ്തോത്രം പ്രസംഗിക്കുന്ന എത്രയോ പേരെ അറിയാം. നിങ്ങൾക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകം വായനയിലൂടെയും കർത്താവ് നമ്മെ
ഉയർത്തുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ സ്തോത്രം എല്ലാത്തിനെയും കുറുക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ എല്ലാത്തിനെയും എന്ത് ചെയ്തിരിക്കുന്നു? കുറുക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ചെറുതാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ചെറുതാക്കിയിരിക്കുന്നതാണ്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ചെറുതാക്കാതെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ ഹല്ലേലൂയ സ്തോത്രം വേദപുസ്തകത്തെ വായിച്ച് ഗ്രഹിക്കുമ്പോൾ, വേദപുസ്തകത്തിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ അങ്ങനെ വാങ്ങിപ്പോയി ആയിരിക്കുമ്പോൾ, എൻ്റെ ദൈവം നമ്മെ മാനിച്ചുയർത്തുന്ന ഒരു കാലമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമ്മെ പുറത്ത് കൊണ്ടുവരുന്ന ഒരു കാലമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമ്മെ പുറത്ത് കൊണ്ടുവരുന്ന കാലമുണ്ട്. ഉപമ, വിതയ്ക്കുന്നവൻ്റെ ഹല്ലേലൂയ സ്തോത്രം ഉപമയിൽ ഹല്ലേലൂയ സ്തോത്രം കാണുന്ന നിലങ്ങൾ നമ്മൾ പറഞ്ഞു. സത്യത്തിൽ ആ പട്ടണത്തിൽ ചുറ്റിലുമുള്ളതാണ്. കപ്പർനഹൂമിലാണ് ഹല്ലേലൂയ സ്തോത്രം ഈ മത്തായി വസിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇതിനെ ഒരു നിർവചനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഭൂമിയിലെ കാര്യങ്ങളെ കാണിച്ചു കൊടുത്ത് സ്വർഗരാജ്യ മഹിമയെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഭൂമിയിലെ കാര്യങ്ങളെ കാണിച്ചു കൊടുത്ത് ദൈവരാജ്യത്തിൻ്റെ, സ്വർഗരാജ്യത്തിൻ്റെ മഹിമയെ പഠിപ്പിക്കുന്നതാണ് ഉപമ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. വീണ്ടും ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. 13:1 വളരെ പുരുഷാരം. ഹല്ലേലൂയ സ്തോത്രം. വളരെ പുരുഷാരം. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളിങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ പഠിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ആ മെസ്സേജോടെ നമ്മൾ നിർത്തി പോകത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ സൺഡേ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ ഞങ്ങളിങ്ങനെ ഹല്ലേലൂയ തൊങ്ങിപ്പോകും. ഹല്ലേലൂയ സ്തോത്രം. വലിച്ചുകൊണ്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അത് ദൈവം ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം തരുന്നതനുസരിച്ച് ഞാനിങ്ങനെ പറയുന്നു. വളരെ പുരുഷാരമെന്ന് കണ്ടു. വെറും 30, 35, 40 പേരിരിക്കുന്നവർക്ക് 2 സ്പീക്കർ, മിക്സർ, ബ്ലസൻ ബ്രദർ, ജോമോന്, പിന്നെ സാം ബ്രദർ, ഇവരെല്ലാവരും പണിതിട്ടാണ് ഹല്ലേലൂയ സ്തോത്രം ഇത്രയും സൗണ്ടുകളൊക്കെ വന്ന് ഒരു 30-40 പേർക്ക് കേൾക്കുന്നത്. ഇവിടെ കപ്പർനഹൂം എന്ന പട്ടണത്തിൽ യേശു പ്രസംഗിച്ചപ്പോൾ വളരെ പുരുഷാരമായിരുന്നു. കപ്പർനഹൂം എന്നത് ഒരു ഹല്ലേലൂയ സ്തോത്രം കടലിൻ്റെ തീരമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒരു കടലിൻ്റെ തീരമാണ്. നിങ്ങൾ ഇന്നും സെർച്ച് ചെയ്യാം, നിങ്ങൾ ഇന്നും ആ ആർട്ടിക്കിൾസ് വായിക്കാം. ഇന്നും നിങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം കപ്പർനഹൂം പോയി നിങ്ങൾക്ക് സന്ദർശിച്ച് കാണുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഹല്ലേലൂയ സ്തോത്രം ഓപ്പൺ എയർ ഒരു മീറ്റിങ്ങിൽ വളരെ പുരുഷാരം, ഏകദേശം 7,000 തൊട്ട് 10,000 വരെയുള്ള ഒരു ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ യേശു സംസാരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഇച്ചിരി ഒരു ഡൗട്ട് വരുന്നില്ലേ? ഇത് ഒരു പുരാതന കഥ പോലെ, ഹല്ലേലൂയ സ്തോത്രം, ഒരു കെട്ടുകഥ പോലെ ഇല്ല, ഒരിക്കലുമില്ല. ഹല്ലേലൂയ സ്തോത്രം. ഒരിക്കലും ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. നാച്ചുറൽ എക്കോസിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. ബൈ ദ വിൻഡ് ആൻഡ് റിഫ്ലക്ഷൻ. നാച്ചുറൽ എക്കോസിസ്റ്റം. ഹല്ലേലൂയ സ്തോത്രം. അതിനായി ഹല്ലേലൂയ സ്തോത്രം ആർക്കിയോളജിസ്റ്റ്, പുരാവസ്തു ഗവേഷകൻ ഗോബി ക്രിസ്ലർ ആൻഡ് ഹിസ് ഫ്രണ്ട് അക്കോസ്റ്റിക് എഞ്ചിനീയർ മാർക്ക് മൈൽസ്, 2 പേരുടെ പേര് ഗോബി ക്രിസ്ലർ, മാർക്ക് മൈൽസ്. ഒരു ആർക്കിയോളജിസ്റ്റ്, അതായത് പുരാതന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുളിച്ച് തോണ്ടിയെടുത്ത് ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ ചിലരുണ്ടല്ലോ എന്നെ പോലെയുള്ളവർ, തോമാസ് കാണും. ഹല്ലേലൂയ സ്തോത്രം. കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ. അതുപോലത്തെ ഒരു ഗവേഷകനാണ് ഹല്ലേലൂയ സ്തോത്രം. വേദപുസ്തക ഗവേഷകനാണ്. പോയി ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ വേദപുസ്തകത്തിലുള്ള കാര്യങ്ങളെ ആരാഞ്ഞ് കണ്ടുപിടിക്കുന്ന ഒരു മനുഷ്യനാണ്. അവൻ തൻ്റെ ഹല്ലേലൂയ സ്തോത്രം ഒരു ഫ്രണ്ടായിരുന്ന ഒരു അക്കോസ്റ്റിക് എഞ്ചിനീയർ, അക്കോസ്റ്റിക് എന്ന് പറഞ്ഞാൽ സൗണ്ടിനെ കുറിച്ചുള്ള ഒരു എഞ്ചിനീയർ, പുള്ളിയും കൊണ്ട് എന്ത് ചെയ്തു? ആ ദേശത്ത് പോയി ഇപ്പോഴുള്ള മോഡേൺ എക്യുപ്മെന്റ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിങ്ങനെ ഇരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഒരു ഹാഫ് സർക്കിൾ ആയിരിക്കുന്ന ഒരു കടൽ തീരമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒരു ഓഡിറ്റോറിയം പോലെ ഇങ്ങനെ സ്ലോപ്പ് ഉണ്ട്. ഒരു പടകിൽ നിന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം ഇവിടെ ഒരു പടകിൽ മാറി നിന്നിട്ട് യേശു കർത്താവ് അവിടെ നിന്ന് സംസാരിച്ചാൽ എത്ര പേർക്ക് കേൾക്കാമെന്ന് അവർ പരിശോധിച്ച്, ആ പരിശോധനയുടെ റിസൾട്ട് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ദ അക്കോസ്റ്റിക് ക്രൗഡ് കപ്പാസിറ്റി ഓഫ് നാച്ചുറൽ തിയേറ്റേഴ്സ് ഇൻ ദ പലസ്തീൻ ബിബ്ലിക്കൽ ആർക്കിയോളജിസ്റ്റ്, ഡിസംബർ 1976 എന്ന ഒരു പുസ്തകത്തിൽ പബ്ലിഷ് ആയിരിക്കുന്നു. നിങ്ങൾക്ക് വായിക്കാം. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. അതുപോലെ ഇവർ അതോടെ വിട്ടില്ല. അത് സക്സസ് ആയി. 10,000 മുകളിൽ ഹല്ലേലൂയ സ്തോത്രം ജനം ഇരുന്നാലും ഒരുവൻ സംസാരിച്ചാൽ കേൾക്കാൻ ശക്തിയുള്ള കേൾക്കാം ഹല്ലേലൂയ സ്തോത്രം തക്കവണ്ണമുള്ള ഒരു ഭൂമി, ആ ഒരു ഹല്ലേലൂയ സ്തോത്രം പ്രദേശം ആയിരുന്നു ആ കപ്പർനഹൂം എന്ന ആ കടൽ തീരം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഇവർ അതോടെ വിട്ടില്ല. 5,000 പേര് 7,000 പേരെ പോഷിപ്പിച്ചല്ലേ.
ആ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെയും അതിൻ്റെ ആർട്ടിക്കിൾ ഞാൻ തുടർന്ന് വായിച്ചിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. അവിടെയും അവർ പരിശോധിച്ച് ഇങ്ങനെ ഭൂഖണ്ഡങ്ങളിൽ പലയിടത്ത് ഹല്ലേലൂയ സ്തോത്രം നാച്ചുറൽ ഡോൾബി ഡിജിറ്റൽ സിസ്റ്റം ഇപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമ്മളിപ്പോൾ പറയുന്ന ഡോൾബി ഡിജിറ്റൽ അല്ലെങ്കിൽ അതിനുപരിയായിട്ടുള്ള സിസ്റ്റത്തിനേക്കാൾ ദൈവം വച്ചിരിക്കുന്ന സിസ്റ്റം വലുതാണ്. ദൈവത്തിൻ്റെ കരവിരുത് എത്രയാണെന്ന്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരവിരുത് എത്രയാണ്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോഴുള്ള ഹല്ലേലൂയ സ്തോത്രം സകല മോഡേൺ എക്യുപ്മെന്റിനെയും തോൽപ്പിക്കുന്ന തരത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു 10,000 പേരെ ഒരു ഓഡിറ്റോറിയത്തിൽ കയറ്റിയിരുത്തി സംസാരിപ്പിക്കണമെങ്കിൽ എത്ര അധികം എക്യുപ്മെന്റും എത്രയും ഹല്ലേലൂയ സ്തോത്രം ചെലവും വരുമെന്ന് നമ്മളൊന്ന് ഓർക്കണം. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ യേശു കർത്താവ് ആ വളരെ പുരുഷാരത്തിനോട് സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഒരു എക്യുപ്മെന്റും ഇല്ലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. സകലരും അത് കേൾക്കുവാൻ ഇടയായി തീർന്നു. ഒന്ന്, ശ്രദ്ധയോടെ അവർ ശ്രദ്ധിച്ച് കാണും. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് അവർ കേൾക്കുവാൻ ഇടയായി തീർന്നു. ഇനി ശ്രദ്ധ ഇല്ലാത്തവർക്ക് അവർ പറഞ്ഞത് മനസ്സിലായും ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ പല കൂട്ടരെ കുറിച്ച് ചിന്തിച്ചല്ലോ. അതുപോലെ ഹല്ലേലൂയ സ്തോത്രം അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെട്ടവർ ആയിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതെന്ന് നമ്മൾ ചിന്തിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഈ ഭൂമിയെ കർത്താവ് നിർമ്മിക്കുമ്പോൾ തന്നെ മനുഷ്യന് ആവശ്യമായ സകലതും ദൈവം നൽകി തന്നിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ഹല്ലേലൂയ സ്തോത്രം അത്യാർത്തി കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം വീണ്ടും ഭൂമിയെ നശിപ്പിച്ച് മുമ്പോട്ട് ചെല്ലുന്നത് കൊണ്ട് പ്രതികൾ ഹല്ലേലൂയ സ്തോത്രം പ്രകൃതികൾ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ സ്തോത്രം നശിച്ചു പോകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഈ നാച്ചുറൽ ആയിട്ടുള്ള സകല കാര്യങ്ങളും നശിച്ചു പോയിട്ട് ഹല്ലേലൂയ സ്തോത്രം പല കഷ്ടതകളും മനുഷ്യനുക്ക് ഹല്ലേലൂയ സ്തോത്രം വരുന്ന നമുക്ക് കാണുവാൻ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ചിന്തിച്ചു വരുന്നത് ഉപമകൾ എന്നതിൻ്റെ ഡെഫിനിഷൻ നോക്കി. പക്ഷെ ഉപമകൾ പറയുന്നത് എന്താണ്? ദൈവരാജ്യത്തിന്റെ മർമ്മം. ലൂക്കോസിന്റെ സുവിശേഷം 8:9-10 വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 8:9-10 വായിച്ചേ. എന്താണ് ദൈവരാജ്യം? ഹല്ലേലൂയ. ഉപമകൾ എന്നത് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ, തമ്മിൽ രഹസ്യങ്ങൾ. ഹല്ലേലൂയ സ്തോത്രം. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന് കാണുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഈ രഹസ്യങ്ങൾ എല്ലാവർക്കും പകരപ്പെടുന്നതല്ല. ഹല്ലേലൂയ സ്തോത്രം. വേർപിരിക്കപ്പെട്ട ഹല്ലേലൂയ സ്തോത്രം. നമ്മളിങ്ങനെ പ്രസംഗിക്കുന്നത് വഴിയെ ഒരു 4 പേര് കടന്നു പോയിട്ടുണ്ടാച്ചു. അവരെന്ത് വിചാരിക്കും? ഹല്ലേലൂയ സ്തോത്രം. ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. ഹല്ലേലൂയ സ്തോത്രം. ജനത്തെ പിടിച്ചിരുത്തി 2 മണിക്കൂർ ഇരുത്തി എന്തോ ഒരു കഷ്ടതയാണ് ഇവർക്ക് വേറെ. അല്ലെ എന്തോരൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. അതാണ് പറയുന്നത് ഉപമകൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളാണ്. രഹസ്യങ്ങൾ എല്ലാവർക്കും പകരപ്പെടുന്നതല്ല. അല്ലെ ഒരു കുറിപ്പിട്ട വിഭാഗത്തിന് പകരപ്പെടുന്നതാണ്. അതിൽപ്പെട്ട ഇനമാണ് നമ്മൾ എന്നതിൽ സന്തോഷിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. എന്താണ് ദൈവരാജ്യം? ഹല്ലേലൂയ സ്തോത്രം. യേശുവിൻ്റെ ക്രൂശീകരണത്തിന് മുൻപ് പീലാത്തോസിന്റെ മുൻപിൽ നിർത്തിയിരിക്കുമ്പോൾ യേശു ഒരു വാക്ക് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 18:36 യോഹന്നാന്റെ സുവിശേഷം 18:36 ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ രാജ്യം ഭൂമിക്കടുത്തതല്ല. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇങ്ങനെ വായിക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് ഈ ഭൂമിയിൽ തൻ്റെ രാജ്യത്തിൻ്റെ സ്ഥാപിപ്പാനല്ല. ഹല്ലേലൂയ സ്തോത്രം. ഈ ഭൂമിയിൽ തൻ്റെ രാജ്യത്തെ സ്ഥാപിപ്പാനല്ല. അങ്ങനെ സ്ഥാപിക്കണമെങ്കിൽ പേടിച്ചോടിയ പത്രോസിനെ അറിയാം. വാളുകൊണ്ട് വെട്ടിയ പത്രോസിനെ അറിയോ? ഹല്ലേലൂയ സ്തോത്രം. വാളുകൊണ്ട് വെട്ടിയ പത്രോസിനെ അറിയോ? ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെയുള്ളവർ ഹല്ലേലൂയ സ്തോത്രം നിങ്ങളുടെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. എൻ്റെ രാജ്യം ഇവിടെത്തുന്നത് അല്ല. എൻ്റെ രാജ്യം ഈ ഭൂമിക്ക് എടുത്തത് അല്ല എന്ന് അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഭൂമിയിൽ കർത്താവ് വാഴും 1000 ആണ്ട് വാഴ്ചകാലം നമ്മൾ പഠിച്ചു. മില്ലീനിയം. ഹല്ലേലൂയ സ്തോത്രം. ഭൂമിയിൽ കർത്താവ് വാഴും രാജാവായി 1000 ആണ്ട് വാഴ്ച. പക്ഷേ യേശു കർത്താവിൻ്റെ ആദ്യത്തെ വരവ് ഹല്ലേലൂയ സ്തോത്രം ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചു. മറിയയുടെ ഹല്ലേലൂയ സ്തോത്രം വയറ്റിൽ ഹല്ലേലൂയ സ്തോത്രം ഉരുവാകി ഈ ഭൂമിയിൽ ജനിച്ച യേശു കർത്താവ് വന്നത് ഈ ഭൂമിയിൽ രാജാവായി വാഴുവാൻ വേണ്ടിയിട്ടല്ല, പിതാവിൻ്റെ ഹിതം
വേറെയാണ്. ഹല്ലേലൂയ സ്തോത്രം. പിതാവിന്റെ ഹിതം വേറെയാണ്. യോഹന്നാന്റെ സുവിശേഷം 6 5 യവത്തപ്പമും 2 മീനും കൊണ്ട് അനേകം ജനങ്ങളെ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് അത്ഭുതമായി പോഷിച്ചു. ഇത് കണ്ടാറെ ജനം എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. യേശുവിനെ പിടിച്ച് രാജാവാക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ചു. അത് ഹല്ലേലൂയ സ്തോത്രം ഗ്രഹിച്ച യേശു കർത്താവ് അവിടെ നിന്നും വാങ്ങിപ്പോയി എന്ന് എഴുതിയിരിക്കുന്നു. ചിലതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? വാങ്ങിപ്പോകണം. ഹല്ലേലൂയ സ്തോത്രം. ചിലതിൽ നിന്നും നമ്മൾ വാങ്ങിപ്പോകണം. ഹല്ലേലൂയ സ്തോത്രം. കുടുങ്ങിപ്പോകരുത്, മറിച്ച് എന്ത് ചെയ്യണം? വാങ്ങിപ്പോകണം. ഹല്ലേലൂയ സ്തോത്രം. ചില ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ചില ഹല്ലേലൂയ സ്തോത്രം ചെറിയ അനുഗ്രഹങ്ങളെ ഇട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ സ്തോത്രം ആ കുഴിയിൽ ഇട്ട് നമ്മളെ ഹല്ലേലൂയ സ്തോത്രം വളരാൻ അനുവദിക്കാത്ത ഹല്ലേലൂയ സ്തോത്രം ചില സാഹചര്യങ്ങൾ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിത മേഖലകളിൽ ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം ദൈവഹിതം വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കി ഹല്ലേലൂയ സ്തോത്രം ദൈവഹിതം ഇന്നതെന്ന് നമ്മൾ അറിയണം. യേശു കർത്താവിന് തന്നെ അയച്ച ദൈവഹിതം എന്താണെന്ന് അറിയാം. എന്താണ് തൻ്റെ ദൈവഹിതം? ഹല്ലേലൂയ സ്തോത്രം മാനവരാശിക്ക് വേണ്ടി തൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഈ ഹിതം മനസ്സിലാക്കിയ യേശു കർത്താവ് ഈ ഹല്ലേലൂയ സ്തോത്രം യഹൂദന്മാരുടെ കുറച്ചു പേരുടെ ഇടയിൽ രാജാവായി വാഴുവാൻ വേണ്ടിയിട്ടല്ല എൻ്റെ ഹല്ലേലൂയ സ്തോത്രം പിതാവ് എന്നെ അയച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ യേശു കർത്താവ് അവിടെ നിന്നും വാങ്ങിപ്പോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ താൽക്കാലിക ചെറിയ നന്മകൾ, താൽക്കാലിക ചെറിയ ഉയർച്ചകൾ കണ്ട് നമ്മൾ അവിടെ നെഗളിച്ച് ആ ഒരു കംഫോർട്ട് സോണിൽ നമ്മൾ നിന്നാൽ ഹല്ലേലൂയ സ്തോത്രം ദൈവഹിതം നമ്മളിൽ നിറവേറാൻ സാധിക്കാതെ പോകും. ഹല്ലേലൂയ സ്തോത്രം. നിറവേറാൻ സാധിക്കാതെ പോകും. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവഹിതം ഇന്നതെന്ന് ഹല്ലേലൂയ സ്തോത്രം എങ്ങനെ അറിയും? ഹല്ലേലൂയ സ്തോത്രം ദൈവത്തോട് തന്നെ ചോദിക്കണം ദൈവഹിതം ഇന്നത് എന്ന്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ദർശനത്തിലൂടെ, വചനത്തിലൂടെ ഹല്ലേലൂയ സ്തോത്രം എൻ്റെ കാതുകളിൽ സംസാരിച്ച ദൈവശബ്ദം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ആഗ്രഹത്തോടെ, വാഞ്ചയോടെ ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിലായിരുന്നു ഹല്ലേലൂയ സ്തോത്രം നമ്മളെ സമർപ്പിച്ചു കൊടുത്ത് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ നമ്മുടെ ആത്മാവും കണക്ട് ആവുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവം സംസാരിക്കുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം യേശു കർത്താവിന് എന്താണ് ശ്രേഷ്ഠത ലഭിച്ചത്? യേശു കർത്താവ് അവിടെ നിന്ന് വാങ്ങിപ്പോയത് കൊണ്ട് എന്താണ് ശ്രേഷ്ഠത ലഭിച്ചത്? വേണമെങ്കിൽ ഇങ്ങനെ പറയും, ക്രൂശിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ജീവൻ നഷ്ടമായി തീർന്നു. പക്ഷേ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 എന്താ പറയുന്നത്? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. 5:2 മുതൽ വായിക്കുമ്പോൾ എല്ലാ നാമത്തിലും മേലായ നാമം നൽകി അവനെ മാനിക്കുവാൻ ഇടയായി തീർന്നു. എല്ലാ നാമത്തിലും മേലായ നാമം നൽകി അവനെ മാനിക്കുവാൻ ഇടയായി തീർന്നു. അതേപോലെ ചില സാഹചര്യങ്ങൾ നാം കുടുങ്ങിപ്പോകാതെ വാങ്ങിപ്പോകുവാൻ ഉള്ള ഒരു സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം താൽക്കാലിക നന്മകളെ വിട്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവം നമുക്ക് വച്ചിരിക്കുന്ന വിലയേറിയ നന്മകളെ ഹല്ലേലൂയ സ്തോത്രം മുൻകണ്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ മാനിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. ഒരിക്കൽ ഇനി ഹല്ലേലൂയ സ്തോത്രം അപ്പൊ ദൈവം യേശു കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം പീലാത്തോസിനോട് പറയുന്നു, എൻ്റെ രാജ്യം ഇവിടത്തേത് അല്ല എന്ന് പറഞ്ഞു. ഒരിക്കൽ യേശുവിനോട് പരീശന്മാർ ഒരു ചോദ്യം ഉന്നയിച്ചു. ഹല്ലേലൂയ സ്തോത്രം. എപ്പോഴാ ദൈവരാജ്യം വരുന്നത് എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിച്ചേ. ദൈവരാജ്യം പ്രത്യക്ഷമായി വരുന്നില്ല. ദൈവരാജ്യം കാണത്തക്കവണ്ണം വരുന്നില്ല. God is ruling is not something people will be able to see with their eyes. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഭരിക്കുന്നു, ദൈവം ഭരണം ചെയ്യുന്നു എന്ന് പറയുന്നത് ജനം ഇതാ ഇവിടെ ഇതാ അവിടെ എന്ന് കണ്ടു പറയുവാൻ തക്കവണ്ണം ഉള്ളതല്ല ദൈവരാജ്യം. മറിച്ച് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഗോഡ്സ് ഹല്ലേലൂയ സ്തോത്രം. God is ruling his people inner being. ഹല്ലേലൂയ സ്തോത്രം. ഇന്നർ ബീയിങ്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ ഇടയിൽ. ഹല്ലേലൂയ സ്തോത്രം. അതിനാണ് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ റെഫർ ചെയ്യുന്നത്
T4T, ഹല്ലേലൂയ, ട്രാൻസ്ലേഷൻ ഫോർ ദ ട്രാൻസ്ലേറ്റേഴ്സ്. ആ വേദ ഹല്ലേലൂയ ട്രാൻസ്ലേഷൻ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ബിക്കോസ് കോൺട്രറി ടു വാട്ട് യു തിങ്ക്, കാരണം നിങ്ങൾ ചിന്തിക്കുന്നതിന് വിരുദ്ധമായി ഗോഡ് ഈസ് റൂളിംഗ് ഹിസ് പീപ്പിൾ ഇന്നർ ബീയിങ്, ദൈവം നിങ്ങളുടെ മനസ്സുകൾ, ഹൃദയങ്ങൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദേഹിയും ആത്മാവിനെയും ഭരിക്കുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നത് ഒരു രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലും ഒരു രാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലും ഒരു രാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു കർത്താവ് സ്വർലോക മഹിമ വിടിഞ്ഞ് ഈ ഭൂലോകത്തേക്ക് ഇറങ്ങി വന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. റോമാലേഖനം 14:17 ഒന്ന് വായിച്ചേ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും തന്നെ. ഈ വാക്യം ഹല്ലേലൂയ നമ്മളെടുത്ത് വേണമെങ്കിൽ ഇങ്ങനെ കോട്ട് ചെയ്യാം. ഹല്ലേലൂയ, നിങ്ങളെപ്പോഴും ഹല്ലേലൂയ ചുമ്മാ തിന്നുകയും കഴിക്കുകയും കുടിക്കുകയും മാത്രം ഇങ്ങനെ അത് മാത്രം ആലോചിച്ചുകൊണ്ട് നടക്കരുത്. അല്ലെ, ദൈവരാജ്യം അങ്ങനെയൊന്നുമില്ല. നോർമലായിട്ടുള്ള കഞ്ഞിയൊക്കെ കുടിച്ച് ഇങ്ങനെ പോയാൽ മതി. അല്ലെ, അതല്ല ഹല്ലേലൂയ, അത് അല്ല ഹല്ലേലൂയ. It does not mean that we must obey the regulations about eating and drinking. ഹല്ലേലൂയ. തിന്നുകയും കുടിക്കുകയും എന്ന ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടല്ല യേശു കർത്താവ് ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ സ്ഥാപിച്ചത്. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ അങ്ങനെ ഒരു വ്യാഖ്യാനം കേട്ടാൽ ഹല്ലേലൂയ ആഴ്ചയിലൊരിക്കൽ ഗ്രിൽ കളിക്കുന്ന നമുക്ക് ഹല്ലേലൂയ താങ്ങുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, താങ്ങുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതല്ല ദൈവം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, അതൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻ അല്ല. കാരണം യഹൂദന്മാരുടെ ഇടയിൽ എല്ലാത്തിനും പ്രമാണമാണ്. ഹല്ലേലൂയ. ശിഷ്യന്മാർ കൈ കഴുകാതെ കഴിക്കുന്നു. ഹല്ലേലൂയ. വയലിൽ ശബത്തിൽ ഹല്ലേലൂയ വയലിലൂടെ നടന്നു പോകുമ്പോൾ കതിര് കൊയ്ത് ഹല്ലേലൂയ കതിര് കൊയ്ത് കഴിക്കുന്നു. ഹല്ലേലൂയ. എല്ലാം പ്രശ്നമാണ്. യേശു കർത്താവ് ശബത്തിൽ ഹല്ലേലൂയ വിടുതൽ ചെയ്യുന്നു, രോഗസൗഖ്യപ്പെടുത്തുന്നു. യഹൂദന്മാരുടെ ഇടയിൽ ഹല്ലേലൂയ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലന്മാർ ഹല്ലേലൂയ പറയുന്നത്, ഹല്ലേലൂയ, യേശു കർത്താവ് ഈ ലോകത്തിൽ വന്ന് ദൈവരാജ്യം നമുക്ക് ഉള്ളിൽ സ്ഥാപിക്കുന്നത് ഭക്ഷണത്തിനെയും പാനീയത്തിനെയും കുറിച്ച് സംസാരിക്കുവാനല്ല, മറിച്ച് ഹല്ലേലൂയ we must live righteously, act peacefully, നാം നീതിയോടെ ജീവിക്കുകയും മറ്റുള്ളവരോടുകൂടെ സമാധാനത്തോടുകൂടെ പ്രവർത്തിക്കുകയും and be joyful by the power of Holy Spirit, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സന്തോഷിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. സന്തോഷിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. നാം നീതിയോടെ ജീവിക്കണം. ഹല്ലേലൂയ. ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നത് എന്തിനാണ്? നാം നീതിയോടെ ജീവിക്കണം. ഹല്ലേലൂയ. നീതിയോടെ ജീവിക്കണം. മറ്റുള്ളവർക്ക് സമാധാനത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. മറ്റുള്ളവരോട് സമാധാനത്തോടുകൂടെ പ്രവർത്തിക്കുകയും ചെയ്യണം. സന്തോഷിക്കണം. എന്തിൽ സന്തോഷിക്കണം? പരിശുദ്ധാത്മാവിന്റെ ജോയ്. ഹല്ലേലൂയ. ആ സന്തോഷത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ, സ്തോത്രം. ആദിയിൽ ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അതിന്റെ അവസാനത്തിലേക്ക് വരാം. ആദിയിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ ആഴ്ച ശനിയാഴ്ച. ഹല്ലേലൂയ. പാമ്പ് ഹല്ലേലൂയ ഹവ്വയോട് സംസാരിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹവ്വ ചെയ്ത തെറ്റ് കേട്ടു. ഹല്ലേലൂയ. കേട്ടു. വീണ്ടും നോക്കി. അതുവരെയും നോക്കി. ഹല്ലേലൂയ. അതിനു മുമ്പും ആ വൃക്ഷമൊക്കെ നോക്കി, ബലമൊക്കെ നോക്കി. കേട്ട് വീണ്ടും നോക്കി. ഹല്ലേലൂയ. ഇപ്പോൾ അത് കേട്ട് വീണ്ടും നോക്കിയപ്പോൾ ഇതിലെന്തോ ഒരു പ്രത്യേകത അവള് തോന്നി. ഹല്ലേലൂയ. അങ്ങനെയാണ് ഹല്ലേലൂയ ആ സംഭവം സംഭവിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ കേട്ടു. കർത്താവ് ഇപ്പോൾ പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾ കേട്ട് അവന്റെ രാജ്യത്തിലേക്ക് ഉള്ളവരായി തീർന്നു. ഇപ്പോൾ നീ ഞാൻ പറയുന്നത് കേൾക്ക്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് കേൾക്ക്. ഹല്ലേലൂയ. പിശാസിന്റെ തന്ത്രങ്ങളാൽ മനുഷ്യൻ ചിലത് കേട്ട് അവന്റെ രാജ്യത്തിനുള്ളവരായി തീരുമ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് ഹല്ലേലൂയ എസ്റ്റാബ്ലിഷ് ദ ഗോസ്പൽ, എസ്റ്റാബ്ലിഷ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഇൻ അവർ ഇന്നർ ബീയിങ്. മാത്രമല്ല ഹല്ലേലൂയ ത്രൂ ദ ഗോഡ്സ് വേർഡ്. ഹല്ലേലൂയ. ത്രൂ ദ ഗോഡ്സ് വേർഡ്. യേശു കർത്താവിന് ഹല്ലേലൂയ ഈ ഭൂമിയിൽ വന്നത് തന്റെ വചനത്തിലൂടെ. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ ശത്രു പിടിച്ചു
വച്ചിരിക്കുന്ന അവൻ്റെ രാജ്യത്തിലായിരിക്കുന്ന നമ്മെ വിടുവിച്ച് ദൈവരാജ്യത്തിനുള്ളവരാക്കി തീർക്കുവാൻ നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ ആ ദൈവവചനത്തിൻ്റെ മഹത്വം നമ്മുടെ ഉള്ളിൽ കയറ്റി നമ്മെ ഒന്ന് എന്ത് ചെയ്യണം? ഹല്ലേലൂയ അവൻ്റെ രാജ്യം വിട്ട് ദൈവരാജ്യത്തിലേക്ക് ചേരുവാൻ വേണ്ടിയിട്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. വിതയ്ക്കുന്നവൻ്റെ ഓമയിൽ ഹല്ലേലൂയ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 8:18 ഒന്ന് വായിച്ചേ. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. പേ അറ്റൻഷൻ ടു ഹൗ യു ലിസൺ. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു? ഹല്ലേലൂയ സ്തോത്രം. നമ്മളൊരു സിനിമയോ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം എപ്പോഴും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം കുറവ് പറയുന്നതോ ഏത് നമ്മൾ കേൾക്കുന്നോ അത് കേട്ട് കേട്ട് നമ്മുടെ ഹൃദയത്തിൽ അത് എന്ത് ചെയ്യും? പരിണമിക്കും. നമ്മുടെ ഹൃദയത്തിൽ പരിണമിക്കുക. മറിച്ച് ദൈവവചനം കേൾക്കുകയാണെങ്കിൽ, ദൈവവചനത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം മർമ്മങ്ങൾ നമ്മൾ ഗ്രഹിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഉള്ളിൽ ഗ്രഹിക്കും. അപ്പൊ കാര്യം എവിടെയാ ഉള്ളത്? നിങ്ങൾ കേൾക്കുന്നതിൽ. ഹല്ലേലൂയ സ്തോത്രം. ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുക. ഹല്ലേലൂയ സ്തോത്രം. റോമാലേഖനം 10:17 പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്തിനാലും വരുന്നു. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്തിനാലും വരുന്നു. ഹല്ലേലൂയ സ്തോത്രം. കേൾവി എന്ന് പറയുന്നത് ഇവിടെ ക്വസ്റ്റ്യൻ അല്ല, മറിച്ച് ഹിയറിംഗ് ദ മെസ്സേജ്, ഹിയറിംഗ് ദ ഗുഡ് ന്യൂസ്, ഹിയറിംഗ് ദ ഗോസ്പൽ, ഹിയറിംഗ് ദ God's word. ഹല്ലേലൂയ സ്തോത്രം. വിശ്വാസം എന്നതോ കേൾവിയാൽ. എന്ത് കേൾവിയാൽ? യേശു കർത്താവിന്റെ വചന കേൾവിയാൽ വിശ്വാസം വരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹിയറിംഗ് by the word of God. ഹല്ലേലൂയ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 10:10 പിശാസ് ഈ ലോകത്തിൽ വന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും. പക്ഷേ അതിന്റെ രണ്ടാമത്തെ പാർട്ട് 10:10 പറയുന്നു, ഞാനോ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ. ഞാനോ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ. ഇങ്ങനെ യേശു ഹല്ലേലൂയ സ്തോത്രം നഷ്ടപ്പെട്ട മനുഷ്യന്റെ ഹൃദയം, ആദിയിൽ നഷ്ടപ്പെട്ട മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടന്നു കയറുവാൻ, അത് ദൈവരാജ്യം മനുഷ്യന്റെ ഹൃദയത്തിൽ സ്ഥാപിപ്പാൻ, മനുഷ്യന്റെ ഇന്നർ ബീയിങ്ങിൽ സ്ഥാപിപ്പാൻ യേശു കർത്താവ് കടന്നു വന്ന് ഉപമകളിലൂടെ സംസാരിച്ചു. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങളെ മനുഷ്യന്റെ ഹൃദയത്തിൽ പതിച്ചു. അതിനായി ഒരു കൂട്ടം ജനങ്ങളെ വേർപിരിച്ചു. ഹല്ലേലൂയ സ്തോത്രം. തന്റെ ശിഷ്യന്മാരെ വേർപിരിച്ചു. ഹല്ലേലൂയ സ്തോത്രം. 12 ശിഷ്യന്മാർ മാത്രമല്ല, ഇനിയും അനേക ശിഷ്യന്മാരെ വേർപിരിച്ചു. അവരിലൂടെ സുവിശേഷം പരന്നു. അവരിലൂടെ ഹല്ലേലൂയ സ്തോത്രം സുവിശേഷം വ്യാപകമായി. ആദ്യ നൂറ്റാണ്ട് മുതൽ ഇതാ ഇപ്പോൾ വരെയും സുവിശേഷം അന്നും ഇന്നും അറിയിക്കുന്നതിന്റെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ സ്ഥാപിതമാക്കണം. ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ സ്ഥാപിതമാക്കണം. ഹല്ലേലൂയ സ്തോത്രം. മുമ്പ് എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം നമ്മളെല്ലാവരും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം മുമ്പ് എല്ലാവരും നമ്മൾ വായനശീലമുള്ളവരാണ് അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. വായനശീലമുള്ളവരാണ്. ഹല്ലേലൂയ സ്തോത്രം. മുമ്പ് എല്ലാവരും നമ്മൾ വായനശീലമുള്ളവരാണ്. പിന്നത്തേതിൽ യൂട്യൂബ് വന്നു, കേൾവിക്കാരനായി. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പം പല മീഡിയാസും വന്നതുകൊണ്ട് ഏത് കേൾക്കണമെന്ന് പോലും നമുക്ക് പോലും അറിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. സ്പീഡാണ്. ഒരാൾ ഒരു മെസ്സേജ് അയച്ചാൽ പോലും അത് കേൾക്കുന്നത് 2 സ്പീഡിൽ വെച്ചിട്ടാണ്. ആ സംഭവം മാത്രം മനസ്സിലായാൽ മതി. അങ്ങനെ എന്ത് സംസാരിക്കുന്നു അറിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളൊന്ന് ഇരുന്ന് കേക്ക്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളൊന്ന് ഇരുന്ന് എൻ്റെ വചനം കേക്ക്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളൊന്ന് ഇരുന്ന് എൻ്റെ വചനം കേക്ക്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. കാരണം പിശാചിന് നന്നായിട്ടറിയാം നമ്മെ എപ്പോഴും ബിസിയായിട്ട് വെച്ചുകൊള്ളുന്നത്. നമ്മളെപ്പോഴും ബിസി ആയിരുന്നു എന്ന് വെച്ചോ, നമ്മൾ സ്വയമായിട്ട് ഒന്നുപോലും ചിന്തിക്കത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ എപ്പോഴും ബിസി ആയിരിക്കുന്നു വെച്ചോ, നമ്മൾ സ്വയമായിട്ട് ചിന്തിക്കുവാനോ ഹല്ലേലൂയ സ്തോത്രം ഇത് വായിച്ചിട്ട് അതിലൂടെ ഒരു റെവലേഷൻ നമുക്ക് ലഭിക്കുവാനോ കഴിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ലഭിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ മീറ്റിംഗ് കഴിഞ്ഞു, ഈവനിങ് നമുക്ക് ഹല്ലേലൂയ സ്തോത്രം മറ്റൊരു മീറ്റിംഗിലേക്ക് ഹല്ലേലൂയ സ്തോത്രം അവിടെ പോയിട്ട് വചനം ഗ്രഹിച്ചാൽ ഓക്കെ. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ഒരു അനുഗ്രഹത്തിനായി വാങ്ങിപ്പോകരുത്. ഹല്ലേലൂയ സ്തോത്രം. ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ മാറിപ്പോകരുത്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ സഭ മാത്രമല്ല പറയുന്നത്, ഹല്ലേലൂയ സ്തോത്രം മറ്റു വിഷയങ്ങളിലെയും ഹല്ലേലൂയ സ്തോത്രം ഒന്ന് കേട്ടിട്ട് മറ്റത് കേട്ട് ഹല്ലേലൂയ സ്തോത്രം നമ്മളെ എപ്പോഴും ബിസിയായിട്ട് ഹല്ലേലൂയ സ്തോത്രം വയ്ക്കരുത്. നമ്മളെ ബിസിയായിട്ട് വയ്ക്കണമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഈ ദൈവവചനത്തിൽ നമ്മെ ബിസിയാക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഈ ദൈവവചനം നമ്മൾ കേട്ട് ഉൾക്കൊള്ളുമ്പോൾ ദൈവരാജ്യം ഓട്ടോമാറ്റിക്കലി എസ്റ്റാബ്ലിഷിംഗ് ഇൻ അവർ ഇന്നർ ബീയിങ്. ഹല്ലേലൂയ സ്തോത്രം. ഓട്ടോമാറ്റിക്കലി എസ്റ്റാബ്ലിഷിംഗ് ഇൻ അവർ ഇന്നർ ബീയിങ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ വീണ്ടും
റീഡ് പറയാം. റീഡ്. ഹല്ലേലൂയ സ്തോത്രം. റീഡ്. ഹല്ലേലൂയ സ്തോത്രം. റീഡ്. ഹല്ലേലൂയ സ്തോത്രം. വായിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഇനി കേൾക്കുന്നില്ലേ? മനസ്സിൽ മാത്രം കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. ഒന്ന് ഉച്ചത്തിൽ ഹല്ലേലൂയ വായിക്കുക. ഒന്ന് ഉച്ചത്തിൽ വായിക്കുക. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ നാവ്, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ചെവി, നമ്മുടെ ഹൃദയം, ഇത് ഒന്നടങ്കം ദൈവത്തിന്റെ മഹത്വം കയറി വരുമ്പോൾ അത് അവിടെ സ്ഥാപിക്കും. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. പരിശുദ്ധാത്മാവിന്റെ സന്തോഷം വേറൊരിടത്തും ലഭിക്കത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ബൈബിൾ ഹല്ലേലൂയ സ്തോത്രം ഒരു കാലഘട്ടത്തിൽ ഹല്ലേലൂയ സ്തോത്രം റോമൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം റോമൻ കാത്തലിക്സ് എല്ലാം ഭരിച്ചിരുന്ന സമയത്ത് ഹല്ലേലൂയ സ്തോത്രം മനുഷ്യന് ലളിതമായിട്ട് ഹല്ലേലൂയ സ്തോത്രം ഒരുവനും ഹല്ലേലൂയ സ്തോത്രം വേദപുസ്തകം കരങ്ങളിൽ ലഭിച്ചിട്ടില്ല. അവർ പറയുന്നത് മാത്രം കേട്ട് ജീവിച്ചു. ഹല്ലേലൂയ സ്തോത്രം. മാർട്ടിൻ ലൂഥറിന്റെ കാലത്തിന് ശേഷം ഹല്ലേലൂയ സ്തോത്രം ആ ഒരു റിഫോർമേഷന്റെ ശേഷം ഹല്ലേലൂയ സ്തോത്രം വേദപുസ്തകം തന്റെ ജനങ്ങളുടെ കയ്യിലേക്ക് ഹല്ലേലൂയ സ്തോത്രം ഇറങ്ങി വന്നപ്പോൾ മനുഷ്യർ രൂപാന്തരപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യ മനസ്സുകൾ രൂപാന്തരപ്പെട്ടു. അനേകർ രക്ഷയിലേക്ക് കടന്നു വന്നു. അനേകർ ഹല്ലേലൂയ സ്തോത്രം അറിഞ്ഞ സത്യത്തിലേക്ക് ജീവിക്കുവാൻ തുടങ്ങി. ദൈവരാജ്യം ഹല്ലേലൂയ സ്തോത്രം ഭക്ഷണവും പാനീയവുമല്ല, മറിച്ച് ദൈവരാജ്യം നീതിയോടുകൂടെയുള്ള ഒരു ജീവിതമാണ്. സമാധാനത്തോടുകൂടെ മറ്റുള്ളവരോട് ഹല്ലേലൂയ സ്തോത്രം ഇടപഴകുന്ന ഒരു പ്രവൃത്തിയാണ്. മാത്രമല്ല ഹല്ലേലൂയ സ്തോത്രം പരിശുദ്ധാത്മാവിലെ സന്തോഷമാണ്. ഹല്ലേലൂയ. കുരുടരും ചെകിടരുമെല്ലാം ഹല്ലേലൂയ സ്വതന്ത്രമാകുന്ന ആ ദൈവരാജ്യം, കുരുടരും ഹല്ലേലൂയ മുടന്തരുമെല്ലാം സ്വതന്ത്രമാകുന്ന ആ ദൈവരാജ്യം ഞങ്ങളുടെ ഇടയിൽ ഒന്ന് സ്ഥാപിതമാക്കണമേ യേശുവേ. ഞങ്ങളുടെ ഉള്ളിൽ ഒന്ന് വാഴണമേ യേശുവേ. ഞങ്ങളുടെ ഇന്നർ ബീയിങ്ങിൽ കർത്താവിന്റെ രാജ്യമൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണേ കർത്താവേ. ഞാൻ എന്നെ സമർപ്പിച്ചു തരുന്നു കർത്താവേ. ഞാൻ എന്നെ സമർപ്പിച്ചു തരുന്നു. ഒരുക്കത്തോടെ ആ ഹൃദയത്തെ കർത്താവിന്റെ അടുത്ത് സമർപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ സ്തോത്രം. നല്ല പോരാട്ടം പോരാട്, ഒട്ടം തികയ്ക്കുവാൻ തക്കവണ്ണം കർത്താവേ ആ പ്രകാശനം എന്റെ ഉള്ളിൽ തരുമാറാകട്ടെ എന്ന് നമുക്ക് ചോദിക്കാം. പാവങ്ങൾ ഒളിയും, നിന്ദകൾ, ബന്ധനങ്ങളെല്ലാം മാറിപ്പോകും ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ. യേശുവേ വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. പരിശുദ്ധ നല്ല പിതാവേ,